അഭിനെ, ഈ ക്യാമ്പസിൻ്റെ വേറൊരു മേജർ പ്രത്യേകത എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജും എഞ്ചിനീയറിങ്ങും മാനേജ്മെൻറ്റും ഡിഗ്രിയും നഴ്സിങ്ങും പിന്നെ അകത്ത് തന്നെ ചെറിയൊരു +2 സ്കൂളും ഉണ്ട്. പിന്നെ ക്യാമ്പസ് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നീ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നിനക്ക് മനസ്സിലാവും. ഈ റിസോർട്ടിനകത്തൊക്കെ കയറുന്ന രീതിയിൽ ചെറിയ ഫീലൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം കംപ്ലീറ്റ് മരങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര ഒരു ഗ്രീൻ ആംബിയൻസിലാണ് ക്യാമ്പസ് ഇരിക്കുന്നത് തന്നെ. ഈസ്റ്റ് പോയിന്റിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോളേജ് എന്ന് പറയുന്നത് അവരുടെ എഞ്ചിനീയറിംഗ് ക്യാമ്പസാണ്. കാരണം ആ ഒരു എഞ്ചിനീയറിംഗ് ക്യാമ്പസ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് VTU-നായിട്ടുള്ളതാണ്, വിശ്വേശ്വരയ്യ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ. നാഷണൽ ബോർഡ് ഓഫ് അക്രഡേഷൻസും AICTE അപ്രൂവലൊക്കെ ഉള്ള ഒരു നല്ല ക്യാമ്പസാണ്. അവരുടെ മേജർ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ അവർക്കുള്ള ഒരു 14 to 15 US കമ്പനീസിൻ്റെ കൊളാബറേഷൻസ് ആണ്. പിന്നെ പ്ലേസ്മെൻറ്റ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒട്ടും പുറകിലല്ല. നമ്മുടെ ബാംഗ്ലൂർ സിറ്റിയിൽ തന്നെ ഹയസ്റ്റ് പ്ലേസ്മെൻറ്റ് റെക്കോർഡ് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു കോളേജിലൊന്നാണ് ഈസ്റ്റ് പോയിന്റ്. 25 LP ആണ് ഹയസ്റ്റ് പ്ലേസ്മെൻറ്റ് റെക്കോർഡ് ഈ ക്യാമ്പസിൽ നിന്ന് സ്റ്റുഡൻസ് അച്ചീവ് ചെയ്തിട്ടുള്ളത്. പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന ഗാനം, ഇളവയിൽ പോലുള്ള സ്നേഹം, കിനാക്കൾ കടം തന്ന ലോകം. ഈ 10 അമേരിക്കൻ കമ്പനീസിന് ലാബ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ മറ്റുള്ള കോളേജുകളെ പോലെ ജസ്റ്റ് ബ്രൗഷറിൽ അടിച്ചു വെച്ച കാര്യമല്ല ഞാൻ പറഞ്ഞത്. ശരിക്കും ഈ പറയുന്ന അമേരിക്കൻ കമ്പനികളായ സിസ്കോ, ആമസോൺ, ഒറാക്കിൾ, VMware ഇങ്ങനെ കുറേ കമ്പനീസിൻ്റെ തന്നെ ഡെസിഗ്നേറ്റഡ് ലാബ് ഈ പറയുന്ന കോളേജിലുണ്ട് ശരിക്കും. പിന്നെ അത് മാത്രമല്ല, ഈ DRDO കേട്ടിട്ടില്ലേ? ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. അവരുടെ ഒരു പാസീവ് റഡാർ സിസ്റ്റത്തിൻ്റെ ഒരു ചെറിയ ലാബ് അവർക്കുണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗ് എടുത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ശരിക്കും ആ ഒരു ബഡ്ജറ്റ് ഫ്രെയിമിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന സ്കിൽ ട്രെയിനിങ്ങും കൂടെ ഉള്ളത് കൊണ്ട്. ഈസ്റ്റ് പോയിന്റിൻ്റെ ക്യാമ്പസ് ഇല്ലേ, അതിന് കൂടെ ചേർന്നിട്ടാണ് അവരുടെ മെഡിക്കൽ കോളേജും അതുപോലെ ഹോസ്പിറ്റലൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല പേഷ്യൻസ് എക്സ്പോഷർ കിട്ടുന്ന ഒരു ഹോസ്പിറ്റലാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കാൻ വരുന്ന പാരാമെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ നല്ല ക്ലിനിക്കൽ എക്സ്പീരിയൻസും കിട്ടും. കാരണം എല്ലാത്തരം ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവിടെ ഉണ്ട്. ഓൾമോസ്റ്റ് എല്ലാത്തരം മെഡിക്കൽ ടെക്നോളജികളും ട്രീറ്റ്മെൻറ്റുകളും എല്ലാം തന്നെ വരുന്നൊരു ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിലൂടെ ചേർന്ന് തന്നെയാണ് ഈ MBBSൻ്റെയും അതുപോലെ അലൈഡ് സയൻസിൻ്റെയൊക്കെ ക്ലാസ് റൂംസും ലാബ് ഫെസിലിറ്റി ഒക്കെ വരുന്നത്. അതെല്ലാം ഈ കാണുന്ന ഒരു പെർട്ടിക്കുലർ ബ്ലോക്കിലാണ്. ഇനി ഡിഗ്രി കോഴ്സുകൾക്ക് മാനേജ്മെൻറ്റ് പ്രോഗ്രാമിന് ടെൻഷൻ വേണ്ട. ഈ കാണുന്നതാണ് നമ്മുടെ ഈസ്റ്റ് പോയിന്റിൻ്റെ മാനേജ്മെൻറ്റ് കോളേജ്. അതായത് ഈ പറയുന്ന BBA, BCom, MBA, MCA ഇങ്ങനെയുള്ള ഓൾമോസ്റ്റ് എല്ലാ കോഴ്സസും ഈ ഒരു പെർട്ടിക്കുലർ ക്യാമ്പസിനകത്താണ് വരുന്നത്. ഈ ഡിഗ്രിക്കും അതുപോലെ ഈ MBA, MCA പോലുള്ള കോഴ്സുകൾക്കൊക്കെ ഉള്ള ക്ലാസ് റൂമുകളൊക്കെ ക്യാമ്പസിന് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ ഡിഗ്രി പ്രോഗ്രാമുകളും 3 lakh ബിലോയും, ഇവിടുത്തെ MBA പ്രോഗ്രാമുകളെല്ലാം ഒരു 5 lakh റേഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ക്യാമ്പസിൽ ഫാർമസി കോഴ്സസും അവൈലബിൾ ആണ്. B.Pharm, അതുപോലെ തന്നെ PharmD, ഡിപ്ലോമ ഇൻ ഫാർമസി ഇങ്ങനെയുള്ള കോഴ്സുകളെല്ലാം തന്നെ ഈ ഒരു പെർട്ടിക്കുലർ ക്യാമ്പസിലാണ് വരുന്നത്. ഈ പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കില്ലല്ലോ എല്ലാവരും ക്യാമ്പസ് ഓപ്റ്റ് ചെയ്യുന്നത്. പഠിക്കുന്നതിനോടൊപ്പം അവർക്ക് അത്യാവശ്യം നല്ല സ്പോർട്സ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് എല്ലാ കുട്ടികളും നോക്കുമല്ലോ. നമ്മുടെ ഈ ക്യാമ്പസിനകത്ത് അത്യാവശ്യം ടർഫും ഗ്രൗണ്ടും ബാസ്കറ്റ്ബോൾ കോർട്ടും എല്ലാം തന്നെ വരുന്നുണ്ട്. യൂണിവേഴ്സിറ്റി ലെവലിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സ്പോർട്സ് ആക്ടിവിറ്റീസുകളൊക്കെ നടത്തുന്ന ഒരു ക്യാമ്പസാണിത്. ഇവിടെ പഠിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അടുത്തൊരു വലിയ കൺസേൺ എന്ന് പറയുന്നത് ഈ കോളേജിനകത്ത് പ്രോഗ്രാംസും കൾച്ചറൽ ഈവൻസും നമുക്ക് ക്യാമ്പസ് ലൈഫൊക്കെ ഉണ്ടോ എന്നുള്ളതാണ്. എല്ലാ വർഷവും ബാംഗ്ലൂരത്തെ ഏറ്റവും വലിയ ഫെസ്റ്റ് നടത്തുന്നത് നമ്മുടെ ഈസ്റ്റ് പോയിന്റ് ആണ്. സംസ്കൃതി എന്നാണ് ഫെസ്റ്റിന്റെ നെയിം എന്ന് പറയുന്നത്. ഇവിടെ സൺബേൺ DJ പ്രോഗ്രാമുകളും അതുപോലെ തന്നെ വലിയ വലിയ സിംഗേഴ്സിനൊക്കെ കൊണ്ടുവച്ചിട്ട് ഒരുപാട് മ്യൂസിക് ബാൻഡ് ഷോ ഒക്കെ നടത്താറുണ്ട്. റീസെൻ്റ്ലി നമ്മുടെ ജോണിറ്റ ഗാന്ധിയാണ് ഈ ക്യാമ്പസിൽ മ്യൂസിക് ഷോ ഒക്കെ ചെയ്തത്. അതുപോലെ DJ ഇവൻറ്റ് ചെയ്തത് ജൂലിയ ബ്ലിസ് എന്ന് പറയുന്ന ഒരു DJ ആർട്ടിസ്റ്റാണ്. സോ അതൊക്കെ നല്ല രീതിയിൽ, അതുകൊണ്ട് ക്യാമ്പസ് ലൈഫിനെ കുറിച്ചൊന്നും നിങ്ങൾ അറിയാൻ വേണ്ട കാര്യമേ ഇല്ല. ഇപ്പോൾ ഈ കാണുന്ന നമ്മുടെ ക്യാമ്പസിൻ്റെ ഹോസ്റ്റലാണ്. അത്യാവശ്യം നല്ല രീതിയിൽ സെക്യൂരിറ്റി സിസ്റ്റംസ് ഒക്കെ ഉള്ള ഒരു നല്ല ഹോസ്റ്റലാണ്. അതുകൊണ്ട് കുട്ടികൾ എന്തായാലും ഈ ക്യാമ്പസിനകത്ത് സേഫ് ആയിരിക്കും. ഈ കാണുന്ന നമ്മുടെ ക്യാമ്പസിൻ്റെ മസ്ക കഫേ ആണ്. ഈ ക്യാമ്പസിൽ പഠിച്ച കുട്ടികളുടെ ഒരുപാട് മെമ്മറീസൊക്കെ ഒളിഞ്ഞു കിടക്കുന്നത് ചിലപ്പോൾ ഈ ഒരു കഫേക്കകത്തായിരിക്കും. എന്തായാലും ഇവിടുത്തെ ഫുഡൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഫുഡാണ്. ഇപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ക്യാമ്പസ് കണ്ടു, ഇവിടുത്തെ ക്ലാസ് റൂംസും കാര്യങ്ങളൊക്കെ കണ്ടെങ്കിലും ഈ ക്യാമ്പസിൻ്റെ പ്ലേസ്മെൻറ്റ്സും ഈ ക്യാമ്പസ് പോലെ തന്നെ നല്ലതാണ്. അത്യാവശ്യം നല്ല ടോപ്പ് കാറ്റഗറി കമ്പനീസാണ് ഈ ക്യാമ്പസിൽ റിക്രൂട്ട്മെൻറ്റ്സിന് വരുന്നത്.
ഡിഗ്രി കോഴ്സുകൾക്കായിക്കോട്ടെ, എഞ്ചിനീയറിംഗിനായിക്കോട്ടെ, അല്ലെങ്കിൽ ഇനി മെഡിക്കൽ കോഴ്സുകൾക്കായിക്കോട്ടെ, പ്ലേസ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പം നിങ്ങൾ ഇത്രയും വലിയ ക്യാമ്പസിൽ പഠിക്കണം എന്നാഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിലും, അതുപോലെ നല്ല പ്ലേസ്മെൻറ്റ്സ് കിട്ടി നല്ല ടോപ്പ് MNC കമ്പനീസിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് ഈസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. സോ ഈ കോളേജിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനെ കുറിച്ചോ അല്ലെങ്കിൽ അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാമ്പസ് മാനെ കോൺടാക്ട് ചെയ്യാം.